24 ഇംപാക്ട് തിരുവനന്തപുരത്ത് അഭയകേന്ദ്രത്തിൽ ഭിന്നശേഷിക്കുട്ടിയെ കെട്ടിയിട്ട സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടിയെന്ന് ബാലാവകാശ കമ്മീഷൻ. നെയ്യാറ്റിൻകര ശ്രീ കാരുണ്യ മിഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയിലാണ് അനാഥനായ ഭിന്നശേഷിക്കുട്ടിയെ കെട്ടിയിട്ടത്. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. മേഘന, വിവരങ്ങൾ. ഗോകുൽ, ഭിന്നശേഷിയുള്ള അനാഥ കുട്ടിയെ കയറുകൊണ്ട് കെട്ടിയിട്ട വാർത്ത ഇന്ന് ഉച്ചയോടുകൂടിയാണ് പുറത്തു വരുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ശ്രീ കാരുണ്യ മിഷൻ പൂവർ ഹോമിലാണ് സംഭവം ഉണ്ടാകുന്നത്. അതിൽ ജന്മന ബദിരയും മൂകയുമായിട്ടുള്ള ആൺകുട്ടിയെ, 13 വയസ്സ് മാത്രം പ്രായമുള്ള ആൺകുട്ടിയാണ് ഈ അനാഥ ഭവനിൽ കെട്ടിയിടുകയും ശേഷം കുട്ടിയുടെ കൈകളിലടക്കം പരിക്കുകളടക്കം സംഭവിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. അതിലാണ് നിലവിൽ ഈ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി എന്നതാണ് ബാലാവകാശ കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അതിനുശേഷം എന്താണ് ഈ ഒരു അനാഥ മന്ദിരത്തിൽ സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളിലടക്കം റിപ്പോർട്ട് തേടും. അതിനുശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇതിൽ ഈ ശ്രീകാരുണ്യ മിഷൻ അഭയകേന്ദ്രത്തിന്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് കുട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചു, അതുകൊണ്ടാണ് കെട്ടിയിട്ടത് എന്നുള്ളതാണ്. പക്ഷേ കൈകൾക്ക് വലിയ പരിക്കുകളുണ്ട്, അതിൽ പൊള്ളിയ പാടുകൾ, അതുപോലെ തന്നെ നീരുവെച്ചടക്കം ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ തുടർ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് ബാലാവകാശ കമ്മീഷൻ അടക്കം അറിയിക്കുന്നത്. കുട്ടി നിലവിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശരി, മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.